അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് നീങ്ങുമ്പോൾ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ പുതിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത്. ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല, അതിനൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെയും ഹൂതികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് നൽകിയിരിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഹൂതികൾ അവസരം കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള ഹൂതികൾ കടലിലെ അപകടകാരികളാണ്. ഇറാനാണ് ഇവർക്കാവശ്യമായുള്ള സകല ആയുധങ്ങളും നൽകിവരുന്നത്. പലവട്ടം ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇതുതന്നെയാണ് അമേരിക്കയുടെ ചങ്കിടിപ്പും വർദ്ധിപ്പിക്കുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ മാസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ 72 മണിക്കൂറിനിടെ 4ാം തവണയാണ് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നത്. ഇതിൽ USS ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെട്ടിരുന്നു. ഹൂതി ആക്രമണത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും പങ്കെടുത്തുവെന്നാണ് ഹൂതി സൈനിക വക്താവ് യാഹ്യ സാരി അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇതേ ടീം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ വിന്യസിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ടാർഗറ്റ് ചെയ്തു നിൽക്കുന്നത്. ഒരു നിർദ്ദേശം ലഭിച്ചാലുടൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൂട്ടത്തോടെ കടലിൽ മുക്കുമെന്നാണ് ഹൂതികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതായത്, ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ സൈന്യത്തിന്റെ തിരിച്ചടി മാത്രമല്ല, ഹൂതികളുടെ തിരിച്ചടിയും ഇനി അമേരിക്കൻ സൈന്യം നേരിടേണ്ടി വരുമെന്നത് വ്യക്തം. ഹൂതികൾ ഇപ്പോൾ പുറത്തിറക്കിയ ഒരു ചെറിയ വീഡിയോയിൽ മുമ്പ് അവർ ആക്രമിച്ച് കടലിൽ മുക്കിയ ഒരു കപ്പലിന് തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾക്കൊപ്പം ഉടൻ എന്ന അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട്. ചെങ്കടലിൽ ഇതുവരെ 100-ലധികം കപ്പലുകൾ ആക്രമിച്ച ഹൂതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് അമേരിക്കൻ സൈന്യത്തിനുള്ളതാണ്.